പ്രിയമുള്ളവരെ, ഈ ഒരു വീഡിയോ നിങ്ങൾ നോർമൽ സ്പീഡിൽ 8 മിനിറ്റിൽ കൂടുതൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോർമൽ സ്പീഡിൽ ഈ വീഡിയോ കാണുക, മുഴുവനായിട്ടും കാണുക. നിങ്ങളാൽ കഴിയുന്ന വിധം അത്രയും നിങ്ങൾ ഷെയർ ചെയ്യുക. കാര്യം നിങ്ങളുടെ ഓരോ ഷെയർ കൊണ്ടും ഓരോ വ്യൂ കൊണ്ടും യൂട്യൂബ് നമുക്ക് ആഡ്സ് നൽകുകയും അതിൽ നിന്ന് ചെറിയൊരു സമ്പാദ്യം നൽകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നിന്ന് എന്താണോ നമ്മുടെ MS സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നത്, അത് തീർച്ചയായും നമ്മുടെ ഈ ചെറിയൊരു കുഞ്ഞു മോനെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പദ്ധതിയിലേക്ക് നൽകുകയാണ്. വേറൊന്നുമല്ല, നിങ്ങൾ ആ വീഡിയോ മുഴുവനായിട്ടും കാണുക. കാര്യം ആദ്യമേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ സംഭവം എന്ന് വിചാരിക്കുകയുള്ളൂ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മുടെ മുഹമ്മദ് എന്ന് പറയുന്ന ചെറിയൊരു പയ്യൻ്റെ SMA എന്ന് പറയുന്ന അപൂർവ രോഗം ബാധിച്ച ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു കുഞ്ഞുമകൻ, മുഹമ്മദ് എന്ന് പറയുന്ന മകന് 18 കോടി രൂപയോളം ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒന്നടങ്കം ഒന്നിച്ചു നിന്ന്, പാർട്ടിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ, മതമോ ജാതിയോ ഒരു വിവേചനവും നോക്കാതെ ആ ചെറുപ്പക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്ത നാം ഓരോ മലയാളികളും സന്തുഷ്ടരാണ്. സന്തോഷത്തോടെയായിരുന്നു ആ വാർത്ത നമ്മളെല്ലാവരും കേട്ടത്. അക്കൗണ്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്, 18 കോടി രൂപ സമാഹരിച്ചു കഴിഞ്ഞു, ഇനി ആരും അയക്കേണ്ടതില്ല എന്നൊക്കെ. എന്നാൽ അതേ സമയത്ത് തന്നെ അതേ SMA എന്ന് പറയുന്ന രോഗം ബാധിച്ച അപൂർവമായ രോഗമാണ്, സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന് പറയുന്ന അപൂർവമായ ആ ഒരു രോഗം ബാധിച്ച ഒരു കുഞ്ഞുമകൻ, 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുമകൻ. ആ കുഞ്ഞുമകൻ്റെ പേര് ഇമ്രാൻ എന്നാണ്. ഇമ്രാൻ എന്ന പേരുള്ള ആ കുഞ്ഞുമകൻ 6 മാസേ പ്രായമുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ 6 മാസം പ്രായമുള്ള ചെറിയൊരു മകൻ, ആ മകന് അറിയില്ല തൻ്റെ പേര് ഇമ്രാൻ ആണെന്ന്. അത്ര പോലും വളർച്ചയെത്താത്ത ആ ചെറിയ കുഞ്ഞു പൈതലിന് പോലും സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന് പറയുന്ന SMA എന്ന് പറയുന്ന അപൂർവ രോഗം ബാധിച്ചു. അവനും ആവശ്യമുണ്ട് എന്ത്? 18 കോടി രൂപയോളം ആവശ്യമുണ്ട്. ഒന്നാമത് മുഹമ്മദിന് വേണ്ടി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒന്നിച്ച് കൈകോർത്തപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് അത് വ്യാജമാണ്, ഇമ്രാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനൊന്നും ഇല്ല, അങ്ങനത്തെ കുഞ്ഞുമകനൊന്നും ഇല്ല, ഇത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആരോ ഉണ്ടാക്കുന്നതാണ് എന്ന് പറയുന്ന നെഗറ്റീവ് പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികളിലേക്ക് ഇത് എത്തിയേ പറ്റുള്ളൂ. കാര്യം ആ മുഹമ്മദിന് വേണ്ടി എത്രത്തോളം നമ്മൾ കഷ്ടപ്പെട്ടുവോ അതിൻ്റെ ഇരട്ടി ഒരു പക്ഷേ ഇവിടെ കഷ്ടപ്പെടേണ്ടി വരും. കാര്യം പലരും തിരിഞ്ഞു മാറുകയാണ്. ആ കുഞ്ഞു മുഹമ്മദിന് വേണ്ടി സഹായിച്ചവർക്ക് വിപരീതമായിട്ട് പല ആൾക്കാരും രംഗത്തേക്ക് വന്നിട്ട് പറയാ, അവനൊരു മുസ്ലിം ആയതുകൊണ്ട് എല്ലാവരും സഹായിച്ചു, അവനൊരു ഹിന്ദുവോ അല്ലെങ്കിൽ അവനൊരു ക്രൈസ്തവനോ ആണെങ്കിൽ, ക്രിസ്ത്യാനിയോ ആണെങ്കിൽ ഇവിടെ ലോകത്ത് 18 കോടി പോയിട്ട് 1 കോടി പോലും തികച്ചു കിട്ടൂല എന്ന് പറയുന്ന അവരുടെ മൈൻഡൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മതവും രാഷ്ട്രീയവും ജാതിയും ഒക്കെ ഇത്തരം പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ രോഗത്തിൻ്റെ ആ ഒരു തീക്ഷ്ണത നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. നമ്മൾ ആലോചിക്കണം. നമുക്ക് കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, ശ്വസിക്കാനൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് ഉടുക്കാൻ വസ്ത്രങ്ങളുണ്ട്. സാധാരണക്കാരനാണെങ്കിൽ പോലും നമ്മൾ ജീവിച്ച് പോകുന്നുണ്ട്. അന്തി ഉറങ്ങാൻ ഒരു കട്ടിലിൻ്റെ മുകളിൽ കിടന്നുറങ്ങുന്നവരാ നമ്മളൊക്കെ. എങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതൊന്നും ഇല്ലാത്തവരുടെ അവസ്ഥ. കൈയില്ലാത്ത, കാലില്ലാത്ത, കണ്ണില്ലാത്ത, കേൾക്കാൻ ചെവിയില്ലാത്ത, കേൾവി ശക്തി കുറഞ്ഞ, കാഴ്ചശക്തി കുറഞ്ഞ, ജനിച്ചത് മുതൽ മരണം വരെ മരിക്കാതെ ഇപ്പോഴും കട്ടിലിൽ തന്നെ കിടക്കുന്ന അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ കടയുന്ന അവരുടെയൊക്കെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്കങ്ങനെ വന്നിട്ടുണ്ടോ? നമുക്ക് എത്രത്തോളം അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട്. കണ്ണിന് നമുക്ക് റഹ്മത്തുണ്ട്, കാരുണ്യമുണ്ട്. നമ്മുടെ വാക്കുകൾക്ക് കാരുണ്യമുണ്ട്, നാവിന് കാരുണ്യമുണ്ട്, ശ്വസനത്തിന് കാരുണ്യമുണ്ട്, നമ്മുടെ കേൾക്കുന്നതിന് കാരുണ്യമുണ്ട്. റഹ്മത്ത് എന്ന് പറയും. അത്രമേൽ കാരുണ്യം ചൊരിയുന്ന നമുക്ക്, അത്രമേൽ ദൈവം നമ്മുടെ കാരുണ്യം നമുക്ക് തന്നു. നമ്മളെപ്പോലുള്ള മക്കളെ അനുഗ്രഹത്തോടു കൂടി ദൈവം മാതാപിതാക്കൾക്ക് നൽകി. നമ്മളെ ജീവിതം എന്താണെന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇതേ സമയത്ത് ഈ ഇമ്രാൻ എന്ന് പറയുന്ന കുഞ്ഞു മകൻ, 6 മാസം പ്രായമുള്ള ഈ കുഞ്ഞ് 3 മാസത്തോളമായി വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. തൻ്റെ പേര് ഇമ്രാൻ എന്ന് വീട്ടുകാരിട്ടു എന്നല്ലാതെ താൻ ആരാണ്, താൻ എന്താണ്, തൻ്റെ മുമ്പിലൂടെ നടന്നു പോകുന്നത് ആരാണ് ഉമ്മ, ആരാണ് ഉപ്പ എന്നറിയാത്ത ചെറിയൊരു കുഞ്ഞു മകനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ. ഒരു പക്ഷേ നമുക്കൊരു കുടുംബമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, നമ്മളൊരു കുടുംബക്കായി നമുക്ക് ഒരു മക്കൾ ഉണ്ടായെന്ന് വിചാരിക്കുക. ആ മക്കള് സംസാരിക്കുന്നില്ല, അല്ലെ ആ മക്കൾ കേൾക്കുന്നില്ല, അല്ലെ ആ മക്കൾക്ക് കണ്ണില്ല, കാതില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ വരരുതെങ്കിൽ നമുക്ക് പ്രാർത്ഥന വേണം. ദൈവത്തോട് എത്രത്തോളം നമ്മൾ അടുത്ത് നിൽക്കുന്നുവോ അത്രത്തോളം ദൈവവും നമ്മുടെ അടുത്ത് നിൽക്കും.
ദൈവത്തോട് അടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗം അത് കാരുണ്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യലാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, ഈ വീഡിയോ കാണുന്ന എൻ്റെ മാതാപിതാക്കളെ ആരായാലും ശരി, മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമുക്കൊന്നും അത്തരം ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ഒരു ചെറിയൊരു രോഗം വന്നാൽ നമ്മൾ പെട്ടുപോകില്ലേ? ഒരു പനി വന്നാൽ മതി, ഏതൊരു സമ്പന്നനും കടന്നു പോകും. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഒരു സ്ത്രീ കൊറോണ വന്ന സമയത്ത് തൻ്റെ കയ്യിലുള്ള കോടിക്കണക്കിന് രൂപകളെല്ലാം റോഡിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് കോവിഡ് ബാധിച്ച ഒരു സ്ത്രീയെ നിങ്ങൾ കണ്ടിരുന്നോ? ആ നോട്ട് കെട്ടുകൾക്ക് പോലും, നമ്മൾ വാല്യൂ കൊടുക്കുന്ന നോട്ട് കെട്ടുകൾക്ക് പോലും തകർക്കാൻ കഴിയാത്ത രോഗമാണ് കോവിഡ്. ആ കോവിഡ് രോഗം ഇപ്പോഴും എമ്പാടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും കോവിഡ് വരാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്. കോവിഡ് വന്ന് സ്ഥിതി അതിരൂക്ഷമായിട്ട് മരണപ്പെട്ടു പോകുന്ന കുടുംബങ്ങളുണ്ട്. കോവിഡ് വന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ റഹ്മത്താണ്. പല രോഗങ്ങളും നമ്മളെ തേടി വന്നിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അതെല്ലാം വിട്ടു പോവുകയാണ്. ഒരു പക്ഷേ നമ്മളും ഒരവസ്ഥയിൽ വന്നു പോയാൽ, നാളെ നിങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു വണ്ടി വന്ന് നിങ്ങളെ അടിച്ച് നിങ്ങൾ റോഡിൽ തല തല്ലി വീണു, നിങ്ങൾ ചോരിൽ കുളിച്ചു നിൽക്കുന്ന സമയത്ത് ആരുമില്ല നിങ്ങളെ സഹായിക്കാൻ. ആലോചിച്ച് നോക്ക്. നമ്മൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സഹായത്തിൻ്റെ കൈകൾ തേടി വരും. ഒരു പക്ഷേ ഏതെങ്കിലും ചെറിയ ഏതെങ്കിലും ഒരു ഭാഗത്തുകൂടെ അല്ലെങ്കിൽ ആ വഴിയിലൂടെ അത്യപൂർവമായി സഞ്ചരിക്കുന്ന ഒരു വാഹനം വരികയും ആ വാഹനം കാണുകയും നിങ്ങൾ എടുത്തു കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിക്കുകയൊക്കെ ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൈകൾ, ദൈവത്തിൻ്റെ കയ്യൊപ്പ്. അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അല്ലാണ്ട് ദൈവം ഇങ്ങനെ കറക്റ്റ് മുമ്പിൽ നിൽക്കൂല. ഒരു റൂമിനുള്ളിൽ അടച്ചിട്ട് റൂമിനുള്ളിൽ കുത്തിയിരുന്നിട്ട് ദൈവം എനിക്ക് ഭക്ഷണം തരൂ എന്ന് പറഞ്ഞാൽ ദൈവം തരൂല. അതിന് ഇറങ്ങണം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്യാൻ കിട്ടിയ ഒരു അവസരം നിങ്ങളുടെ മുന്നിലേക്ക് MS സൊല്യൂഷൻസ് തരികയാണ്. ഒന്നുമില്ല, ഈ വീഡിയോയുടെ വ്യൂസിനനുസരിച്ച് ലഭിക്കുന്ന യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് തരുന്ന, ഒരു ദിവസം കഴിഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഒരു സംഖ്യ വരും. ആ സംഖ്യ നമ്മൾ ആ ഒരു അക്കൗണ്ടിലേക്ക് കൈമാറും. അതിൻ്റെയൊക്കെ എവിഡൻസ് ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങൾക്കറിയാം, നമ്മൾ അവർക്കൊരു വഴികാട്ടി എന്ന് പറയുന്ന ഒരു പരിപാടി ചെയ്യുന്നുണ്ട്, കാരുണ്യ പദ്ധതി. സ്കൂൾ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട് മുന്നോട്ടേക്ക് പോകുന്ന കുട്ടികൾക്കായിട്ട് ചെയ്യുന്ന ഒരു കാരുണ്യ പദ്ധതി. എന്നാൽ ഞാനത് ഇതുവരെ എന്തെല്ലാം ചെയ്തു എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ കുട്ടികളുടെ മുഖം പുറത്ത് വന്നു കഴിഞ്ഞാൽ, ഒരു പക്ഷേ ആ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ അവർ മറ്റുള്ളവർക്ക് മുമ്പിൽ നാണം കെടുന്ന ഒരു അവസ്ഥ വന്നാലോ എന്ന് വിചാരിച്ചു നിങ്ങളോട് ആരോട് ഞാനത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറയാം, നിങ്ങൾ തന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ട്. അവരെ മീൻസ് ഒരുപാട് 4-5 ഫോണുകൾ നൽകി, ഒരു TV നൽകി, മരുന്ന് നൽകി, എല്ലാം സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ കണക്കുകൾ കൃത്യമായിട്ട് എൻ്റെ ഇവിടെയുള്ള ബേഗിലുള്ള പുസ്തകത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളെ സഹായിച്ചതിൻ്റെ ഇരട്ടിയോളം ഞാൻ അവരെ തിരിച്ച് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സഹായം, ഈ ഒരു വീഡിയോയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്താണോ അത് ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ വിധി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് കൈമാറാം. 18 കോടി രൂപയോളം ആവശ്യമുണ്ട്. ആ പിഞ്ചു മകൻ്റെ ആ ഒരു നോട്ടം കണ്ടാൽ നമുക്ക് മനസ്സിലാകും, എന്നെ സഹായിക്കാൻ ഇവിടെ ആരുമില്ലേ? എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ 6 മാസം പ്രായമുള്ള എന്നെ, 3 മാസം ഈ വെന്റിലേറ്ററിൽ കഴിയുന്ന എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ആരുമില്ലേ എന്ന് തോന്നുന്ന തരത്തിലുള്ള ആ കുഞ്ഞു മോൻ്റെ നോട്ടം കാണുമ്പോൾ നമ്മൾ വേദനിച്ചു പോകും. നമുക്കൊക്കെ ആയിപ്പോണം അങ്ങനത്തെ ഒരു അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ സഹായിക്കുക. പല SLC വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് വരാനുണ്ട്, +2കാർക്ക് റിസൾട്ട് വരാനുണ്ട്. നമ്മുടെ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാവണം. എൻ്റെ മകളെ നല്ലൊരു കുടുംബത്തിലേക്ക് കെട്ടിച്ചയക്കണം, എനിക്ക് നല്ലൊരു വീട് വേണം, എനിക്കത് വേണം, എനിക്ക് ബിസിനസ് സംബന്ധമായിട്ട് ഒരുപാട് തകർന്നു പോകുന്നുണ്ട്, എന്നെ സഹായിക്കാൻ ആരുമില്ല, ദൈവമേ എനിക്ക് നല്ല വഴികൾ കാണിച്ചതാ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നവർക്ക് ഇത്തരം സഹായങ്ങൾ റബ്ബ് നൽകുമ്പോൾ ആ സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ റബ്ബ് നമ്മൾ എന്താണോ സഹായിച്ചത് അതിൻ്റെ ഇരട്ടിയോളം ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നിങ്ങൾ പറയുക, പഠിച്ചോനെ ഈ കുഞ്ഞു മകനെ ഞാൻ സഹായിക്കുകയാണ്, എനിക്ക് 10ാം ക്ലാസ്സിൽ നല്ല റിസൾട്ട് നൽകണേ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ലഭിച്ചിരിക്കും. നിങ്ങൾ അള്ളാഹു എന്ന് പറയുന്നത് കൊണ്ട് ഇതൊരു മതപരാണെന്ന് വിചാരിക്കരുത്. ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ് അള്ളാഹു എന്ന് പറയുന്നത്. ദൈവം, ഈ വീഡിയോ കാണുന്ന ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ശരി, ദൈവം ഉണ്ടല്ലോ. ആ ദൈവവിശ്വാസിയായ നമ്മൾക്ക് അത്തരമൊരു ആപത്തുകൾ വരാതിരിക്കാൻ, രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടാതിരിക്കാൻ, മരണം കൊണ്ട് പരീക്ഷിക്കപ്പെടാതിരിക്കാൻ, മരണം കൊണ്ട് മീൻസ് എന്താ പറയുക, അപകടങ്ങളെയൊക്കെ തൊട്ടൊക്കെ കാത്തു രക്ഷിക്കണമേ സർവനാഥ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? അത്തരത്തിലുള്ള മരണങ്ങളൊന്നും വരുത്താതെ സന്തുഷ്ടമായ സമാധാനത്തോടു കൂടിയുള്ള മരണമൊക്കെ കൊണ്ടുവരണമെങ്കിൽ, നമ്മൾ സമാധാനമായിട്ട് കിടന്നുറങ്ങണമെങ്കിൽ
മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി കൈമാറുക. ഇപ്പം തന്നെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ പറ്റുന്നവരൊക്കെ 2-3 വട്ടം കണ്ടോളൂ, അതൊന്നും പ്രശ്നമില്ല. നിങ്ങൾ വീഡിയോ പാസ്റ്റ് ചെയ്യാതെ വീഡിയോ മുഴുവനായി കണ്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഷെയർ ചെയ്യാം, പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു പ്രാർത്ഥനയും ആ കുഞ്ഞുമകനും നമ്മുടെ നേരത്തെ സഹായിച്ച ആ മുഹമ്മദിൻ്റെ കുടുംബമൊക്കെ തിരിച്ച് ജീവിതത്തിലേക്ക് വരട്ടെ, പ്രാർത്ഥിക്കുകയാണ്. ആമീൻ. ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മൾ ഈ ഒരു വരുമാനം എന്തായാലും അവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കും. ഓക്കെ, തീർച്ചയായും അവരെ സഹായിക്കുക. നമ്മുടെ ഈ ഒരു വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായിട്ടുള്ള ഈ ഒരു ചാനൽ വിദ്യാർത്ഥികൾ, നമ്മളുടെ വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുകയാണ്. നമ്മളെല്ലാവരും നിങ്ങളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് മാത്രമാണ് ഞാൻ. നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, സ്മിയമ്മ സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്.